ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മൾ വയനാടുള്ള കോമാച്ചി പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെയും കൊണ്ട് പോന്നാൽ നല്ല മുതലാക്കി പോവാം കേട്ടോ. കുറഞ്ഞ പൈസക്ക് ഒരുപാട് ഐറ്റംസിൽ കയറാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുമിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഒരുപാട് റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട്, പാർക്കിലൊക്കെ. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസാണ്. ഞങ്ങൾ മറ്റേ പാർക്കിലൊക്കെ പോയിട്ടും ഇത്ര ഐറ്റംസൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട് കുട്ടികൾക്ക് മുതലാക്കി പോകാൻ വേണ്ടി. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ ഇവിടെ നോക്കി നിങ്ങൾ, പഴയ കാലത്തെ ബസ്സുകൾ, അതേപോലെ ജീപ്പ്, ട്രാക്ടർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഞങ്ങൾ വേറൊരു പാർക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ റിസോർട്ടിൽ പോയിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട്. അവർക്കൊന്നും ഇവിടുന്ന് പോവാനേ തോന്നണില്ലേനു. അത്രയും സെറ്റപ്പിലാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ആരെങ്കിലും പോകാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് മുതലാകാത്ത പ്രശ്നമൊന്നും ഉണ്ടാകൂല. കുട്ടികൾക്കും തന്നെ സന്തോഷമായിട്ടുണ്ടാകും. പിന്നെ ഇതിവിടെ പോയാൽ ആ മേലെ കാണുന്ന ഹാള് അത് ഫോട്ടോസാണ് കേട്ടോ. പിന്നെ ഇവിടെ പുറത്ത് കിളികളെ ഇതൊക്കെ ഉണ്ട്, പല ഐറ്റം കിളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾ കണ്ടില്ല, അവർക്ക് തീറ്റയൊക്കെ കൊടുക്കണേ. അവർക്കൊക്കെ നല്ല ഊറ്റത്തിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി കാണാനുണ്ട്. ഒക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ.
പിന്നെ ഇത് അവിടെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ റൂംസുകളൊക്കെ. ഒരുപാട് റൂംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു പാർക്ക് തന്നെയാണ്. എന്താ അതിലിങ്ങനെ കയറിപ്പോയാൽ നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ഇരിക്കാൻ പറ്റിയതാണ്. 2 ചെയറും ഇതേപോലെ സെറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2 സൈഡിൽ കൂടിയും റൂമുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പൂട്ടിക്കാണ് കേട്ടോ. അതാണ് വീഡിയോയിൽ റൂംസ് കാണാൻ പറ്റാത്തത്. പിന്നെ മുകളിലാണ് പിന്നെ ഉള്ള റൂംസുകളൊക്കെ. അവിടുത്തെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിവിടെ ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടി വന്നതായിരുന്നു. അതുകൊണ്ട് മുകളിലത്തെ റൂംസൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഒരു 2 വാക്ക് പറഞ്ഞ ഇതിനെ കുറിച്ചിട്ട്. എന്തിനെ കുറിച്ച് പറയാം? നമ്മളിപ്പോൾ കോമാച്ചി എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണുള്ളത് അല്ലേ. തല്ലുമാല ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റപ്പ് അതുപോലത്തെ പ്രമോഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്തു. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ 10:30 മണിയായി. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഫോൺ കണ്ട് കാണിച്ചെടുക്കില്ല. വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക സ്ഥലമാണ്. നല്ലൊരു വൈബിന് പറ്റിയ സ്ഥലമാണ്. ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഒരുപാട് ഈ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സാധാരണ പാർക്കിൽ പോകുമ്പോൾ ജസ്റ്റ് ഈ കുട്ടികൾ കളിക്കാനുള്ള സംഭവമാണ് പാർക്ക് എന്ന സംഭവത്തിൽ നമുക്കുണ്ടാവും. പക്ഷേ ഇതല്ല, ഇത് ഒരു എഡ്യൂക്കേഷനായിട്ടുള്ള ഒരുപാട് ചിത്ര വർക്കുകളുടെ സെറ്റപ്പ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാർഡുകൾ, അതുപോലെ എന്താ പറയുക ക്യാമറ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പഴയ ഓർമ്മകൾ അല്ലേ നിലനിർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഒരുപാട് റിസോർട്ട് പോയി, പക്ഷെ നമുക്ക് അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയ റിസോർട്ട് ഇതാണ് അല്ലേ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് വരാൻ നോക്കുക. സെറ്റ് കഴിഞ്ഞില്ല. പിന്നെ അത് അവിടെ ജിമ്മിൻ്റെ ഐറ്റംസുകളൊക്കെ അതുകൊണ്ട് കേട്ടോ. പിന്നെന്താ അവിടെ നമ്മളെ പഞ്ചാബി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ, അതേപോലെ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫർ. നമുക്ക് ഏത് രീതിയിലാണ് ഫോട്ടോ എടുക്കേണ്ടത്, അതേമാതിരി വീഡിയോസ് ആണെങ്കിൽ എല്ലാവരും ചെയ്ത് തരും കേട്ടോ. അവരോട് പറഞ്ഞാൽ മതി. അങ്ങനെ അതാ നമ്മൾ അവിടെയുള്ള എല്ലാതും കാണിച്ചിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, നല്ല മുതലാകും കേട്ടോ നമുക്ക് പോയാൽ. അടിപൊളി പാർക്കാണ് നമ്മളെ വയനാടുള്ള കോമാച്ചി പാർക്ക്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യും കേട്ടോ.
പിന്നെ അവിടെ പോയിട്ട് അഭിപ്രായങ്ങളൊക്കെ അതും പറയണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്